ശ്രീലക്ഷ്മിയാണ്. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ ആർ.സി. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സാർ ജയിക്കണം എന്നുള്ളത് നിയമമണ്ഡലത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ് എന്നൊരു ടോക്ക് നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിലെ പോയിന്റ്സ് ആണ്. അപ്പോ സാധാരണക്കാരിയായ എന്നെ ഇംപ്രസ് ചെയ്ത 3-4 പോയിന്റ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റു പോയിന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനു മുൻപ് ഒരു വലിയ ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യമുണ്ട്. അതായത് ആറ്റുകാൽ അമ്പലത്തിലെ ടൗൺഷിപ്പ് വളരെ വേഗത്തിൽ നടപ്പിലാക്കുമെന്നും അതുപോലെ തന്നെ നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിലെ ബലിതർപ്പണം കഴിഞ്ഞു വരുന്ന മാലിന്യങ്ങൾ പുഴയിൽ വീഴുന്നതിന് ഒരു സ്ഥിരമായ സൊല്യൂഷൻ, ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സ്ഥിരമായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഒരു സാധാരണ അന്യമത വിശ്വാസിക്ക് തോന്നുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, എന്തിനാണ് അമ്പലങ്ങളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു പ്രകടന പത്രികയിൽ വലിയ വായിൽ അല്ലെങ്കിൽ വലിയ വരിയിൽ വലിയ വാക്കിൽ അടിച്ചു വെച്ചേക്കുന്നത്? ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ഇദ്ദേഹം ഒരു മതേതരത്വവാദിയല്ലേ എന്നാണ്. അതൊരു തെറ്റായ ചിന്തയാണ്. ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത്, ഒരു പുഴ എന്ന് പറയുന്നതും രണ്ടും പൊതു കാര്യമാണ്, അല്ലെങ്കിൽ പൊതു ആവശ്യത്തിൽപ്പെടുന്ന കാര്യമാണ്. അതൊരിക്കലും ഒരു വിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ആറ്റുകാൽ അമ്പലം എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു സത്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശ്രയമാണ്, അതൊരു വിശ്വാസമാണ് എന്നുള്ളത് അവിടെ മാറ്റിവെക്കാം. ഇനി പറയാൻ പോകുന്നത് ടൗൺഷിപ്പിനെ കുറിച്ചാണ്. ആറ്റുകാൽ അമ്പലത്തിലെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് ഈ പറഞ്ഞ കടകൾ വരും, ഹോട്ടൽസ് വരും, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വ്യാപാരം നടക്കുന്ന സംഭവങ്ങൾ അവിടെ എത്തും. അവിടേക്ക് ഒരുപാട് ജനങ്ങൾ വരും, അവിടെ ഒത്തിരി ഓട്ടോറിക്ഷ വരും, കാറ് വരും, ടാക്സികൾ ഒരുപാട് വരും. അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, ഈ വക ഹോട്ടൽ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെയൊക്കെ ഉള്ള അസംസ്കൃത വസ്തുക്കൾ വരും. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ മെച്ചം, ഒരു വലിയ നേട്ടം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഒഴുക്ക് ആ പ്രദേശത്തേക്ക് ഉണ്ടാകും. അവിടെ കട തുടങ്ങാൻ ഹിന്ദുക്കൾക്ക് മാത്രം അധികാരം, മുസ്ലിങ്ങൾക്ക് മാത്രം അധികാരം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം അധികാരം എന്നില്ല. നാനാജാതി മതസ്ഥരും അവിടെ ആ ഒരു സ്ഥലത്ത് അവരുടെ സാമ്പത്തിക ചക്രത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇനിയുള്ളതെന്ന് പറയുന്നത് പരശുരാമ ക്ഷേത്രത്തിന്റെ കാര്യമാണ്. പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം നിവാസികൾ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അമ്പലമല്ല അത്. അതെന്ന് പറയുന്നത് 365 ദിവസവും ബലിതർപ്പണം നടക്കുന്ന കേരളത്തിലെ എണ്ണപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ കണക്കില്ലാതെ നടക്കുന്ന ബലിതർപ്പണങ്ങളുടെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ നിമഞ്ജനം ചെയ്യുന്ന ആ പറഞ്ഞ ബലിതർപ്പണം നിമഞ്ജനം ചെയ്യപ്പെടുന്ന ആ സ്ഥലത്ത് വരുന്ന മാലിന്യങ്ങൾ അത് ഒഴുക്കിക്കൊണ്ട് ആ പുഴ ബാക്കിയുള്ള പ്രദേശത്തോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. ഈ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാരും, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഒരു വിശ്വാസത്തിന്റെ മാലിന്യം പേറേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ പുഴയിൽ വരുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് പൊതു കാര്യമാണ്. ആ പുഴ എല്ലാ ജാതി മത വിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ്. അതിലെ മാലിന്യം മറ്റുള്ളവരാരും തന്നെ സഹിക്കേണ്ട കാര്യമില്ല. അത് വലിയ അസുഖങ്ങൾക്കിടയാക്കും. ആ അസുഖങ്ങൾ പോലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെയാണ് വന്നു കയറുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോ പരശുരാമ ക്ഷേത്രത്തിലെ മാലിന്യ നിർമ്മാർജ്ജനമാണെങ്കിലും ആറ്റുകാൽ ടൗൺഷിപ്പ് ആണെന്നുണ്ടെങ്കിലും രണ്ടും പൊതു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വിശ്വാസങ്ങളെ കൊട്ടിഘോഷിക്കാനോ വിശ്വാസികളെ കൂടെ നിർത്താനോ വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങളെ, നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളുടെ വെൽഫെയർ ആണ് ഈ 2 പോയിന്റ്സിനും ഉള്ളതെന്നുള്ളതാണ് ഒരു വസ്തുത. ഇനിയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശാന്തിവിള ഹോസ്പിറ്റലിലെ സ്ത്രീകൾക്കായിട്ടുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളും അല്ലെങ്കിൽ പുതിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തും എന്നുള്ളതാണ്. ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളും 30 വയസ്സ് കഴിഞ്ഞാൽ മാമോഗ്രാം ചെയ്യണം എന്നുള്ളത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാമോഗ്രാം കേവലം ശാന്തിവിള ഹോസ്പിറ്റലിലല്ല, ജയിച്ചു വരുന്ന എല്ലാ MLA-മാരുടെയും കീഴിലുള്ള താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിൽ ഫ്രീ ആയി സ്ത്രീകൾക്ക് മാമോഗ്രാം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള, ഏത് ക്യാൻസർ ആണെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വളരെ വേഗത്തിൽ ചികിത്സ നടപ്പാക്കാൻ പറ്റുന്ന ക്യാൻസർ സെന്റേഴ്സ് ഉണ്ടായിരിക്കണം, ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. അത് ആദ്യം പറഞ്ഞത് ആർ.സി. ആണ്. അതായത് അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്നത്. അതെ, വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന വീഡിയോയുടെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഈ ടൂറിസം മേഖലയാണ്. ഒരുപാട് സ്ഥലങ്ങൾ, കിരീടം പാലം ഉൾപ്പെടെയുള്ള പല വെള്ളയാണി കായൽ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന കാര്യവും
ചർച്ചയിലുണ്ട്. അപ്പൊ ആ ഒരു ടൂറിസം മേഖലയിലും വരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്. നമ്മുടെ കേരളത്തെ എപ്പോഴും പലരും കളിയാക്കുന്നത് എന്താണ്? നമ്മൾ എന്നും കടം വാങ്ങി ജീവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല, നമ്മൾ കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കുന്നു എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സർക്കാരുകൾ ഒരു പഴി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പഴി വന്ന് കയറുന്നത് നമ്മൾ ജനങ്ങളിൽ തന്നെയാണ്. അല്ലാതെ സർക്കാരിന്റെ പഴി സർക്കാരിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനുള്ളതല്ല, ജനങ്ങളുടെ മേലെ ഉള്ള പഴി തന്നെയാണ്. അപ്പോ നമ്മുടെ കേരളത്തിന് ഇനിയും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കണം. ഒരു കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ചെന്ന് കൈനീട്ടാതെ നമുക്ക് സ്വന്തമായി നമുക്ക് നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ടാക്കിയെടുക്കണം. നമ്മൾ എന്താണ് പറയാ, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുന്ന ഒരു സംസ്ഥാനമായി മാറണം എന്നുള്ളതിന് പുതിയ പുതിയ പദ്ധതികൾ വരേണ്ടത് ആവശ്യമുണ്ട്. ടൗൺഷിപ്പ് ആണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ വ്യവസായ സംരംഭങ്ങളാണെങ്കിലും സ്റ്റാർട്ടപ്പുകളാണെങ്കിലും ഒക്കെ വരണം. ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാർ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയും ഇനി വരാൻ പോകുന്ന വികസന പദ്ധതികളും അദ്ദേഹം ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തി തരാമെന്ന് നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് RCA കേരളത്തിന് വേണം. ഒരു നേതാവായിട്ടല്ല, മറിച്ച് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി വേണമെന്ന് നമ്മൾ പറയാനുള്ള കാരണവും. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, വളരെ വളരെ നന്ദി കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു സാധാരണക്കാരിയായ വോട്ടറാണ്, എനിക്ക് എന്റേതായ രാഷ്ട്രീയ ചിന്തകളുണ്ട്, എന്റേതായ ആശയങ്ങളുണ്ട്, എന്റേതായ പ്രതികരണ ശേഷിയുണ്ട്. അത് പറയുമ്പോ ഞാൻ എന്ന സ്ത്രീയെ, എന്നിലെ സ്ത്രീത്വത്തെ, ഞാൻ എന്നോടുള്ള ദേഷ്യത്തെ ഒക്കെ അസഭ്യങ്ങളായിട്ട്, അശ്ലീല വാക്കുകളായിട്ട് എഴുതി വെക്കുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് വിമർശിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ട് പാർട്ടിക്കാരും, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ സ്വീകരിക്കുകയും കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു മോശം കമന്റുകൾ ഇടാതിരിക്കുകയും ചെയ്തതിന് വളരെ നന്ദി. ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ്. നമ്മുടെ ആശയങ്ങൾക്കും ചിന്തകൾക്കും മാത്രമാണ് വ്യത്യാസമുള്ളത്. നമ്മൾ എവിടെയെങ്കിലും വീണുപോയാൽ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ആശയവും നമ്മുടെ മതവും നമ്മുടെ ജാതിയും ചിന്തയും ഒന്നും നിറവും ഒന്നുമല്ല. നമ്മൾ ഞാനും നീയും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഒന്ന് വീണുപോയാൽ എടുത്തുകൊണ്ട് ഓടുന്നത്. അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അപ്പോ ഇതൊരു വലിയ തുടക്കമാകട്ടെ. BJP എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റു പാർട്ടികൾ വിശ്വസിക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്ന് വെച്ച് മറ്റൊരു പാർട്ടിയെയും പാർട്ടിക്കാരെയും താറടിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നുമുള്ള യോഗ്യത എനിക്കില്ല. അതുപോലെ തന്നെ എന്നെ താറടിക്കാനുള്ള ഒരു കാരണങ്ങളും നിങ്ങളും ഉണ്ടാക്കരുത്. നമ്മൾ ഒന്നാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ബൈ.